Let us pray. Father God, we thank you and praise you for this wonderful and blessed day, Master. Lord, we are here in an attitude of gratitude, Father. Father God, your presence is here, Master. You are the Lord of promise, covenant, Father. Hallelujah. You are the God of promise keeping, Father. Hallelujah. The covenant keeping, Father. Your presence we are enjoying here, Master. Let us enjoy to available of the presence in the life of Pastor. Hallelujah. Thank you for hearing and answering a prayer. In precious name of Jesus Christ we pray. Amen. Hallelujah. ഞാൻ ദൈവദിനത്തിൽ നിന്ന് എന്ത് സംസാരിക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ഒരു ഭാഗം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങൾ, പക്ഷേ ഞാൻ ചിന്തിച്ചതിന് വിരുദ്ധമായ ഒരു മെസ്സേജാണ് എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വന്നത്. ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ഞാൻ ചിന്തിച്ച ആ ഭാഗത്തേക്കല്ലായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. അതിനകത്ത് ആദ്യമായി നമുക്ക് സാംസ് 84 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യം വായിക്കാം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. I want to speak to only from that word. What's the beauty of the temple? I want to present my message to you to the beauty of the temple. Who is the temple and how is the beauty come in our life? എങ്ങനെയാണ് തിരുനിവാസത്തിൻ്റെ മനോഹരത്വം നമുക്ക് കാണുവാൻ കഴിയുന്നത്? ഇന്ന് ആരാണ് ഈ സഭ, എവിടെയാണ് ഈ സഭ എന്ന് പറഞ്ഞ ചുരുങ്ങിയ ചില നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഹൗ ലവ്ലി ഈസ് യുവർ ഡ്വെല്ലിംഗ് പ്ലേസ്. 150 സങ്കീർത്തനമുണ്ട്, ഓൾമോസ്റ്റ് 150 സാംസ്. വിവിധമായ ദൈവദാസന്മാരിൽ കൂടി എഴുതിയ ദൈവസങ്കീർത്തനം. ഈ പാട്ടെന്ന് പറയുന്നത് നമ്മളെ ഏവരെയും ആകർഷിക്കുന്നതാണ്. ഇവിടുന്ന് പാട്ട് പാടുമ്പോൾ നമ്മളെല്ലാം ആത്മമണ്ഡലങ്ങളിലൊക്കെ കടന്നു പോകാറുണ്ട് അല്ലേ. ഈ 150 സങ്കീർത്തനത്തിൽ വിവിധ ദൈവദാസന്മാർ വിവിധ അനുഭവങ്ങളിൽ കൂടെയാണ് എഴുതുന്നത്. ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആൻഡ് ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ് ദേ സിംഗ് ദി സോങ്. അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെയാണ് ഈ സങ്കീർത്തനം എഴുതുന്നത്. ഈ സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ നാം വായിക്കുമ്പോഴും അതുതന്നെയാണ്. ഇത് എഴുതിയ വ്യക്തികളും ആ ചരിത്രത്തിലേക്ക്, ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, അത് വേറൊരു വിഷയമായതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് സൈന്യങ്ങളുടെ യഹോവയുടെ തിരുനിവാസത്തിൻ്റെ മനോഹരത്വത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം ഈ സങ്കീർത്തനത്തോടുള്ള ബന്ധം 150 സങ്കീർത്തനത്തോളം വായിക്കുമ്പോൾ ആരോഹണ ഗീതമുണ്ട്, അവരോഹണ ഗീതമുണ്ട്. അതിൻ്റെ ഈ സങ്കീർത്തനത്തിൻ്റെ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ 15-ാം സങ്കീർത്തനത്തിൽ 26-ാം സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ദ സോങ് ഓഫ് സിയോൺ നമുക്ക് കാണാം. സിയോനിലേക്ക് ഉള്ള യാത്രയിൽ പാടുന്ന പാട്ടുകൾ. അപ്പോൾ പാട്ടിൻ്റെ വിവിധമായ മാർഗങ്ങളിൽ പഠിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പണ്ട് വയലിലൊക്കെ കൃഷി ഇറക്കാൻ പോകുന്ന സമയത്ത് ഈ വയലിലെ നെല്ല് പറിച്ച് നടന്നൊരു സമയമുണ്ട്. അന്ന് ധാരാളം സ്ത്രീകൾ അവിടെ നിൽക്കും. ഒരു സ്ത്രീ മുന്നിൽ നിന്ന് ഒരു പാട്ട് പാടുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ചേർന്ന്, അതെന്തിനാണെന്നറിയാമോ? ഈ പാട്ട് പാടുമ്പോൾ അവരുടെ ക്ഷീണം മറന്നു പോകും, അവരുടെ ജോലി വേഗമാകും. അപ്പം ദൂരെ നിന്ന് കേൾക്കുന്നവർക്ക്, വളരെ ദൂരെ നിന്ന് കേൾക്കുന്നവർക്കും ഇവിടെ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുവാൻ കഴിയും. ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ സിയോണിലേക്കുള്ള യാത്രയോടുള്ള ബന്ധത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നുപോയി. ഞാനൊരു പഴയ നിയമ ചരിത്രത്തിൽ കൂടെ അത് നിങ്ങളെ തെളിയിക്കാൻ പോകുകയാണ്. യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ദൈവം തൻ്റെ ദാസനായ അബ്രഹാമിനെ വിളിച്ച് യാത്ര തുടങ്ങുന്ന കാലഘട്ടം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ അവരുടെ ദേവാലയത്തോടുള്ള ബന്ധത്തിലുള്ള സമയം വരെയും നാം ചില കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ദൈവം ഇസ്രായേൽ മക്കളെ വിളിക്കുന്ന സമയത്ത് അവർക്ക് 7 ഉത്സവങ്ങൾ അവർക്ക് കൊടുക്കുന്നതായി തിരുവചനം വായിക്കുന്നു. 7 ഫെസ്റ്റിവൽസ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ 7 ഉത്സവങ്ങളും അവരുടെ വിശുദ്ധ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോടുള്ള അവരുടെ മാനദണ്ഡങ്ങളിൽ അടുക്കുവാൻ വേണ്ടി മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിയും. ആ ഉത്സവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി കാണാൻ കഴിയും. പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യഫല പെരുന്നാൾ, പെന്തക്കോസ് പെരുന്നാൾ, പ്രായശ്ചിത്ത പെരുന്നാൾ, കാഹള പെരുന്നാൾ, അവസാനം കൂടാര പെരുന്നാൾ. ഈ 7 പെരുന്നാളും യേശു കർത്താവിൻ്റെ കാൽവറിയിലെ മരണം മുതൽ
കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം ഇപ്രകാരം എഴുതി, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ആ 7 സംഭവങ്ങളെയാണ് ആ ഉത്സവത്തിൽ കൂടെ നമുക്ക് ചിത്രീകരിച്ച് കാണാൻ കഴിയുന്നത്. നോക്കണം, ഇത് വെറുതെ ഒന്നുമല്ല വേദപുസ്തകം നമുക്ക് തന്നിരിക്കുന്ന കാര്യം. നാം പഴയ നിയമം പഠിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം തിരഞ്ഞെടുത്ത ദൈവമായി ഇസ്രായേൽമാർക്ക് കൊടുത്ത 7 ഉത്സവങ്ങളും യേശു കർത്താവ് കാൽവറിയിൽ മരിക്കുന്ന കാലം തൊട്ട് പെസഹ പെരുന്നാൾ തൊട്ട് യേശു വെളിപ്പാട് പുസ്തകം എഴുതി അവസാനിക്കുമ്പോൾ യോഹന്നാൻ ഇപ്രകാരം, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ആ ഉത്സവങ്ങളെ ഇപ്രകാരമാണ് അത് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ആ ഭാഗം വിടുകയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ വേണ്ടി ദൈവം ചില നിയമങ്ങളും കാര്യങ്ങളും ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതായി പറയുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ഈ തിരുനിവാസത്തിൻ്റെ മനോഹരത നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം വസിക്കുന്ന ആലയത്തിൻ്റെ മനോഹരതയെക്കുറിച്ച് പാടിയ ഒരു പാട്ടാണ് നാം ഇവിടെ വായിച്ചത്. കാര്യം, ലോകത്തിൽ വിവിധമായ ആലയങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിവിധമായ ആലയങ്ങളിൽ ലോകപ്രകാരം നോക്കുമ്പോൾ വിവിധമായ ദൈവത്തിന് വിവിധമായ നിലവാരത്തിലുള്ള ആലയം സ്ഥാപിച്ച് അവിടെ ദൈവത്തെ ഇരുത്തി ആരാധിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അല്ലേ? എല്ലാ മതങ്ങളിലും അതാതിൻ്റെ ആരാധനാലയങ്ങളുണ്ട്. എല്ലാ മതങ്ങളും എങ്ങനെയാണ് ഈ വിവിധ മതങ്ങൾ മനുഷ്യൻ പാപത്തിലേക്ക് വീട് കഴിഞ്ഞപ്പോൾ, ദൈവസാന്നിധ്യം മനുഷ്യനിൽ നിന്ന് അകന്നു മാറിയപ്പോൾ അവൻ ദൈവത്തെ അന്വേഷിച്ചു. അത് അവൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവൻ്റെ ബുദ്ധിയിലും ജ്ഞാനത്തിലും കാണുന്നതിനെല്ലാം ദൈവമാക്കി ആരാധിച്ചപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ രൂപാന്തരപ്പെട്ട വിവിധ മതങ്ങളും വിവിധ ദൈവങ്ങളെയും നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ലോകപ്രകാരം കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ നിങ്ങൾ പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും, താൻ ലുസ്രയിൽ ഇങ്ങനെ പ്രസംഗിക്കുവാൻ കടന്നുപോയിരുന്ന സമയത്ത് പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുകയായിരുന്നു. ആ മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രസംഗം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇപ്രകാരം വ്യക്തമായി പറയുന്നു, അവന് സൗഖ്യമാകുവാനുള്ള വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ആത്മീയ മർമ്മം നിങ്ങളോട് പറയാം. എല്ലാവരും സൗഖ്യം പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് കടന്നു പോകത്തില്ല. ആരെങ്കിലും രോഗശാന്തി വരെയുള്ള ദേവദാസൻ കടന്നു വന്ന് അവൻ രോഗശാന്തി ശുശ്രൂഷാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് രോഗശാന്തി ഒന്നും കിട്ടത്തില്ല. നിങ്ങളുടെ മനസ്സിൽ രോഗശാന്തി പ്രാപിക്കുന്നുള്ള വിശ്വാസം ഉരുണ്ടെങ്കിൽ മാത്രമേ, നിങ്ങളുടെ മനസ്സിൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ എനിക്ക് യേശു കർത്താവ് സൗഖ്യം തരുവാൻ വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവത്താൽ സൗഖ്യം ലഭിക്കത്തുള്ളൂ. ഈ മനുഷ്യന് തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ സൗഖ്യം പ്രാപിക്കുവാൻ തനിക്ക് കഴിയുമെന്നുള്ള വിശ്വാസം ഉരുവായത് ആര് മനസ്സിലാക്കി? അഭിഷക്തനായ പൗലോസ് മനസ്സിലാക്കിയ ശേഷം പൗലോസ് ഇപ്രകാരം പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് ഈ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് നമുക്ക് കാണുവാൻ കഴിയും. ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? ലുസ്രയിലെ അവിടെ നിന്നറിയാമോ, പൂജാരിമാര്, ഇന്ദ്രക്ഷേത്രത്തിലെ പൂജാരിമാരല്ല ഇവരെ ദേവന്മാരാക്കി മാറ്റുവാൻ വേണ്ടി കടന്നു വന്നു കയറി. മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഇപ്രകാരമുള്ള സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ വിവിധങ്ങളായ ദൈവങ്ങൾക്ക് വേണ്ടി വിവിധങ്ങളായ ആലയങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ ഇവിടെ ഒരു വ്യത്യസ്തമായ ആലയത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം പറയാൻ കടന്നു വരുന്നത്. ഈ ആലയം നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന അറിയാമോ? ഈ റോമർക്കെത്തിയ ലേഖനത്തോടുള്ള ബന്ധത്തിൽ 1-ാം അധ്യായത്തിൻ്റെ വായിക്കും അറിയാമോ? എങ്ങനെയാണ് മനുഷ്യനെ അറിയാമോ? അവൻ ദൈവമെന്ന് അറിഞ്ഞിട്ടും ദൈവത്തെ ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥര ആയിത്തീർന്നു. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രഭവമേ, ക്ഷയമുള്ള മനുഷ്യൻ, ഇഴയാതി, നാൽക്കാലി എന്നിവയുടെ രൂപത സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു കണ്ണാടിക്കൂട്ടിലാക്കി ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയത്തേക്കാണ് നാം എത്തിയിരിക്കുന്നത്. അങ്ങനൊരു കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? എപ്പോഴും പൈശാചിൻ്റെ ഒരു തന്ത്രമാണ് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇവിടെയും ഒരു ആലയമുണ്ട്, അവിടെയും ഒരു ആലയമുണ്ട്. എപ്പോഴും മനുഷ്യൻ വിവേചനാവരം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചില്ല എങ്കിൽ തെറ്റിപ്പോകാനുള്ള ഒത്തിരി സാധ്യതയുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാം ആലയമാണ്, എല്ലാം ആരാധനയാണ് എന്ന് മനസ്സിലാക്കി ആയിരങ്ങൾ അനേക സ്ഥലത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. യഥാർത്ഥ ആരാധന, യഥാർത്ഥ ആലയം ഏതാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇവരെയും സഹായിക്കുമാറാട്ടെ. ഈ ഭാഗത്തേക്ക് കടന്നു വരുമെന്നറിയാമോ? യെരുശലേമിലെ ഒരു ആലയത്തെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ആലയത്തോടുള്ള ബന്ധത്തിൽ ദിനവൃത്താന്ത പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ വായിച്ച ദിനവൃത്താന്ത പുസ്തകം 1-2 ദിനവൃത്താന്തം
അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിച്ചേ. അല്ല, അതിൻ്റെ 5-ാം വാക്യം വായിച്ചേ. ദൈവം ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലം തൻ്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നിടം വരെ ഇപ്രകാരം ഒരു ആവശ്യം ഒരിക്കലും ദൈവം ഇസ്രായേൽ മക്കളോട് ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു. ഒരു ഗോത്രത്തോടും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു സ്ഥലത്തോടും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. അതിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ ഞാൻ പറയാൻ കാര്യം, ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളുടെ നിദാനത്തിൽ യെരുശലേമിനെ ദൈവം തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഇസ്രായേൽ ഈസ് അവർ സിറ്റി, ദർ ഈസ് നോ മോർ. ഇതൊക്കെ തിരുവചന പ്രകാരം അത് സംഭവിക്കേണ്ട വിഷയമാണ്. ദൈവം വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യഹോവയായ ദൈവം പറയുകയാണ്, യെരുശലേമിനെ എൻ്റെ സ്ഥലമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ സ്ഥലത്ത് ദൈവത്തോടുള്ള ബന്ധത്തിൽ അവിടെ താഴോട്ട് ഇസ്രായേൽ ജനങ്ങൾ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവം ഇപ്രകാരം ഒരു വിഷയം പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അബ്രഹാമിനെ വിളിച്ച ശേഷം ആ സന്തതിയോടുള്ള ബന്ധത്തിൽ അബ്രഹാമിനോട് ഓർത്തൊരു വാഗ്ദത്തമുണ്ട്, ഞാൻ നിന്റെ സന്തതിയെ കനാന്യർ, ഹിത്യർ, ഫെരീസ്യർ, സെബൂലിയർ എന്ന ദേശത്ത് അവരോട് താമസിക്കുന്ന സ്ഥലം ഞാൻ നിനക്ക് ശാശ്വത അവകാശമായി തരും. അപ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ ശാശ്വത അവകാശമായി തരും. അതിനുശേഷം ദൈവത്തോട് അബ്രഹാം താൻ കോൺവെർസേഷൻ സമയത്ത് പറയുകയാണ്, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ്. അബ്രഹാം വീണ്ടും ദൈവത്തോട് ചോദിക്കുക, നീ എനിക്ക് അതിമഹത്തായ പ്രതിഫലമാണ്, പക്ഷേ എനിക്കെന്താണ് ഉള്ളത്? എല്ലാത്തിൻ്റെ ഉത്തരവാദിയ ഉടമസ്ഥൻ ഏലിയാസർ. അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞറിയാമോ, ഞാൻ ഈ സന്തതിക്ക് ശാശ്വത അവകാശമായി തരും എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, എനിക്ക് എന്താണോ അതിൻ്റെ തെളിവിലേക്ക് ദൈവം അബ്രഹാമിന് ഒരു ഉടമ്പടി ചെയ്യുന്നത് വായിക്കുന്നുണ്ട്. ആ ഉടമ്പടിയിലേക്ക് ഞാൻ തൽക്കാലം പോകുന്നില്ല. ആ ഉടമ്പടി വേറൊരു വിഷയമായതുകൊണ്ട്. കാര്യം വെച്ചാൽ അത് ജീവൻ പണയം വെച്ചുള്ളൊരു ഉടമ്പടിയായിരുന്നു, ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഉടമ്പടി. കാര്യം ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഉടമ്പടി അത് പാലിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ആ പാലിക്കാതിരിക്കുന്ന വ്യക്തിയുടെ ജീവൻ എന്നേക്കുമായി നഷ്ടപ്പെടുത്തുന്ന ഒരു ഉടമ്പടി. അത് ആരുമായിട്ടാണ് അബ്രഹാം ചെയ്യുന്നറിയാമോ? യഹോവയായിട്ടാണ് ചെയ്തതാണ്. പ്രിയമുള്ള സഹോദരൻ, ദൈവം വാക്കുകൊണ്ട്, തൻ്റെ വാഗുകൊണ്ട് കൽപ്പിക്കുക മാത്രമല്ല, തൻ്റെ തൃക്കൈ കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമുക്ക് ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവീയ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്നിട്ടുണ്ട്, അവൻ തൃക്കരങ്ങളാൽ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് തിരുവചനം വ്യക്തമായി നമുക്ക് വായിക്കുന്നുണ്ട്. അബ്രഹാമിന് അപ്രകാരോട് വാഗ്ദത്തം കൊടുത്തു. ആ സന്തതി കടന്നുപോട്ടെ. വാഗ്ദത്ത സന്തതി എവിടെന്നറിയാമോ? മോശ മുഖാന്തരം കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തു യോർദാനും കടന്ന് ആ സ്ഥലത്തെത്തിയതായി നാം വായിക്കുന്നുണ്ട്. ആ സ്ഥലത്തെത്തിയ ശേഷം അവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ രാജാധിപന്മാരുടെ ഭരണം കഴിഞ്ഞു, രാജാക്കന്മാരുടെ ഭരണവും കഴിഞ്ഞു. അവിടുത്തെ 2ാമത്തെ രാജാവായ ദാവീദ് താൻ കാട്ടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്തി. കാട്ടിൽ നിന്ന് ദാവീദ് കൊട്ടാരത്തിലെത്തിയപ്പോൾ തൻ്റെ ജീവിതത്തോടുള്ള വിധത്തിൽ താനെടുത്തൊരു പ്രതിമയാണ്, യാക്കോബിൻ്റെ വല്ലഭൻ ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കിടക്കയിൽ കയറി കിടക്കത്തില്ല. കാട്ടിൽ കടന്നവനെ നാട്ടിലെത്തി, നാട്ടിൽ കടന്നവനെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അവൻ അല്പം നന്ദി കാണിച്ചതാണ്. കാര്യം അറിയാമോ? തൻ്റെ ജീവിതത്തോളം ബന്ധത്തിൽ തനിക്ക് വിടുതൽ തന്ന, തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റുക, തൻ്റെ ജീവിതത്തോളം ബന്ധത്തിൽ തനിക്ക് പ്രത്യാശയും നന്ദി തന്ന ദൈവത്തിൻ്റെ ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കണ്ണുകൾക്ക് ഉറക്കം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, കഴിഞ്ഞ കാലങ്ങളിലേക്ക്, കഴിഞ്ഞ വർഷങ്ങളിലേക്ക്, കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. എവിടെ കിടന്ന ഞാനാണ്, എവിടെ കിടന്ന നിങ്ങളാണ്? ഇന്ന് ഈ പകൽക്കാലം ദൈവത്തിൽ സമാധാനത്തോടെ മനസ്സിലാക്കിയോ? അർഹതയും യോഗ്യതയില്ലാത്ത സാഹചര്യങ്ങളെ, ചുറ്റുപാടുകളെ സകലം മാറ്റി എഴുതി ഈ സ്ഥാനത്ത് നമ്മെ കൊണ്ടെത്തിച്ച ദൈവത്തിന് നാം എന്താണ് നാം ചെയ്യാറുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ വ്യക്തിപരമായി നമുക്ക് നന്മയ്ക്കനുസരിച്ച് നാം എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്, കൊട്ടാരത്തിൽ എത്തിയപ്പോൾ ദാവീദ് അന്വേഷിച്ച് കാണുക യഹോവയുടെ ആ പെട്ടകം പോലും. ഇന്ന് പകൽക്കാലം പലപ്പോഴും സാഹചര്യങ്ങൾ മാറുമ്പോൾ,
ചുറ്റുപാടുകൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തോളത്തിൽ പലതും മാറി മാറി നാം മുന്നോട്ട് പോകാറുണ്ട്. എന്നാൽ ഒരിക്കലും മാറാത്ത ദൈവത്തിൻ്റെ വചനം വിട്ട് നാം യാത്ര ചെയ്യരുത്. വചനം വിട്ട് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പ്രിയമുള്ള സഹോദരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ശുഭമല്ലെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദാവീദ് എന്നറിയാമോ, ദാവീദിൻ്റെ ആഗ്രഹം പ്രകാരം ദാവീദ് പറഞ്ഞു, യാക്കോബിൻ്റെ വല്ലവനൊരു നിവാസം കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അത് കണ്ടെത്താൻ വേണ്ടി ദാവീദ് പരിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ, അതിനുവേണ്ടി എല്ലാ ചുറ്റുപാടുകളും ഒരുക്കിയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ദാവീദിൻ്റെ ജീവിതത്തോളം അതിൽ നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ കടന്നു പറഞ്ഞു, നീ യഹോവയ്ക്ക് ഒരാലയം പണിയേണ്ട കാര്യമില്ല. ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്നെ വേറൊരു സംഭവത്തിലേക്ക് കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരം ദാവീദിനോട് പറയാൻ കാരണം? പ്രിയ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷകളുണ്ട്. ഞാൻ ഒരിക്കൽ പത്രോസും യോഹന്നാനും സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ചെന്നപ്പോൾ അവിടെ പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യനെ കണ്ടു. ഈ മനുഷ്യൻ ഏകദേശം 40 വയസ്സുള്ളതാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. യേശു കർത്താവ് അനേക പ്രാവശ്യം ഈ ദേവാലയത്തിൽ പോയിട്ടുണ്ട്. യേശു കർത്താവിനോട് ഇവൻ കൈ വീട്ടിൽ കാണും. യേശു കർത്താവിന് ഒരു രക്ഷ കൊടുത്തു കാണും. എന്തുകൊണ്ട് യേശു കർത്താവ് അവനെ സൗഖ്യമാക്കിയില്ല? പത്രോസും യോഹന്നാനും വേണ്ടി വെച്ചിരുന്നതായിരുന്നത്. അവരുടെ ശുശ്രൂഷ അവിടെ നടന്നതുകൊണ്ട് അറിയാമോ, ആയിരങ്ങൾ ദൈവസനിലേക്ക് അവരുടെ ശുശ്രൂഷ മുഖാന്തരം കടന്നു വന്നു. എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരുന്ന ശുശ്രൂഷ അത് മറ്റാർക്കും പോകത്തില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മേലുള്ള ദൈവിക ശുശ്രൂഷ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ മേലെ ദൈവം എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവ ഈസ് ദ പ്രോമിസ് കീപ്പിംഗ് ഗോഡ്, നമ്മുടെ ജീവിതത്തോളം വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ അത് നിറവേറുക തന്നെ ചെയ്യും. അത് വെറുതെ മനുഷ്യൻ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളും വാക്കുകൊണ്ട് പലതും പറഞ്ഞ് കടന്നു പോകുന്ന പോലെ തമ്പുരാനൊന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നടന്നിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുക മാത്രം നാം ചെയ്താൽ മതി. ശലോമോൻ ആലയം പണിത ഈ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ശലോമോൻ ആലയം പണിയുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ശലോമോൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ശലോമോൻ ആരാണെന്നറിയാം? യഹോവയാൽ ജ്ഞാനം പ്രാപിച്ച. ഞാനിത് വായിക്കുകയായിരുന്നു. ശലോമോന് മുമ്പ് മോശ യഹോവയ്ക്ക് വേണ്ടി മോശയോടെ യഹോവയായ ദൈവം പറഞ്ഞതറിയാമോ, ഞാൻ നിങ്ങളുടെ മധ്യ വസിക്കേണ്ടത്, നിങ്ങൾ എനിക്കൊരു നിവാസം ഉണ്ടാക്കണം. മോശയ്ക്ക് വളരെ സന്തോഷമായ കാര്യം, എപ്പോഴും മോശയും ദൈവവുമായി സംസാരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കൂടെ വസിക്കാൻ വേണ്ടി ദൈവം വരുമ്പോൾ ഒരു നിവാസം ഉണ്ടാക്കുക എന്ന് പറയുന്നത് മോശയുടെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ളതാണ്. മോശയെക്കുറിച്ച് അല്പോസപ്പുറത്ത് പറയുന്നു, മിസ്രൈമിലെ സകലവിധ ജ്ഞാനവും അൽപ്പിച്ചവനാണ്. ഒരു കൂടാരം ഉണ്ടാക്കുക പറഞ്ഞ മോശയ്ക്ക് ഒരു സിമ്പിളാണ്. പക്ഷേ മോശയോട് പറഞ്ഞു, നിന്റെ പാനും പദ്ധതിയൊന്നും എനിക്ക് പർവ്വതത്തിൽ ഞാൻ കാണിച്ച ഇന്ന് പകൽക്കാലം വ്യക്തമായി ഞാൻ പറയട്ടെ, ദൈവം കാണിക്കുന്ന മാതൃക അല്ലാതെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യരുത്. തമ്പുരാൻ നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ടെങ്കിൽ ദൈവജനപ്രകാരം അല്ലാത്ത സകല മാതൃകളും പരാജയത്തിൽ തന്നെ എത്തിക്കും. മോശയോട് പറഞ്ഞു അറിയാമോ, യഹോവ കാണിക്കുന്ന പർവ്വതത്തിൽ കാണിച്ച മാതൃക ഏകദേശം 14 പ്രാവശ്യം ഓരോ പണിയും ചെയ്തപ്പോൾ യഹോവ കാണിച്ച മാതൃകയെന്ന് ഒത്തുനോക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. അതിനുവേണ്ടി എന്നറിയാമോ, യഹോവയായ ദൈവം ഈ കൂടാരം ഉണ്ടാക്കുവാൻ വേണ്ടി 2 വ്യക്തികളെ വ്യക്തിപരമായ ജ്ഞാനത്താലും വിവേകത്താലും നിറച്ചതായി നമുക്ക് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ദൈവത്താൻ്റെ ജ്ഞാനത്താൽ ഇവർ യഹോവയ്ക്ക് വേണ്ടി കൂടാരം അവിടെ പണിയുന്നവ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ശലോമോനും. ശലോമോൻ എന്താ, യഹോവയ്ക്ക് ഒരു ആലയം പണിയാൻ നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തോളത്തിൽ ഏറ്റവും ഭാഗ്യം നിറഞ്ഞൊരു കാലമാണ് യഹോവയ്ക്ക് ഒരു ആലയം പണിയാന്ന് പറയുന്നത്, അല്ലേ? ആരാണ് ഈ യഹോവ എന്ന് തൻ്റെ പിതാക്കന്മാരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. യഹോവയ്ക്ക് ആലയം പണിയുവാൻ സാഹചര്യം കിട്ടിയപ്പോൾ ശലോമോൻ എത്ര വർഷം കൊണ്ട് അത് പണിതെന്നറിയാം? 7 വർഷം എടുത്തു. ആയിരക്കണക്കിന് ജനങ്ങൾ രാവും പോലും അധ്വാനിച്ച് 7 വർഷം കൊണ്ട് യഹോവയ്ക്ക് മനോഹരമായ ഒരാലയം പണിതു. ആലയം പണിത ശേഷം എന്നെ ചിന്തിപ്പിച്ചതാ, ഈ ആലയം പണിത ശേഷമാണ് ശലോമോൻ അല്പം വെളിവ് പണിത്. വാസ്തവമായി യഹോവ മനുഷ്യരുടെ വസിക്കും. തനിപ്രകാരം പറഞ്ഞു, ആകാശവും ഭൂമിയും നിറഞ്ഞവനായും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞു, സ്വർഗം നിങ്ങളുടെ സിംഹാസനമാണ്, ഭൂമി അവൻ്റെ. ഈ ദൈവത്തെ എങ്ങനെയാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത്? സ്വർഗത്തിലും സ്വർഗത്തിലും അടങ്ങാത്ത പരിശുദ്ധ പിതാവ് ഞാൻ ഈ കൈകൊണ്ട് പണിത ഈ ആലയത്തിൽ എങ്ങനെയാണ് വസിക്കുന്നത്? ഈ ഒരു ബുദ്ധി ശലോമോന്റെ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ശലോമോൻ പറഞ്ഞു, ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ, ദൈവസന്നിധിയിൽ പോയി മുട്ടുകളെ മടക്കുക. ശലോമോൻ എന്താ ചെയ്തെന്നറിയാമോ? താൻ 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരമുള്ള ഒരു താമ്ര പീഠം പണിത ശേഷം ആ താമ്രപീഠം പ്രാകാരത്തിലേക്ക് കൊണ്ടുവന്ന ശേഷം പ്രാകാരത്തിന് നടുവിൽ അതിനകത്ത് കയറിയിരുന്ന് താൻ ഉയരത്തിലേക്ക് കൈകളെ ഉയർത്തി യഹോവയോട് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ പ്രാർത്ഥന നമുക്കറിയാം. 2 ദിനവൃത്താന്ത പുസ്തകം എടുത്ത് അതിൻ്റെ 5-6-ാം അധ്യായം
അതിൻ്റെ 14 വാക്യം ഒന്ന് വായിച്ചേ. അതിൻ്റെ 19 വാക്യം. ആ ശലോമോന് മനസ്സിലായി ഇതേ ഉള്ളൊരു പരിഹാരം. ഈ ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരുവാൻ, ഈ ദൈവം ഇവിടെ കടന്നു വരുവാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. മൂട്ടുകളെ മടക്കി ഉയരത്തിലേക്ക് കൈകളെ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. തൻ്റെ ബുദ്ധി കൊണ്ടോ, തൻ്റെ തരം കൊണ്ടോ, തൻ്റെ പ്രതാപം കൊണ്ടോ, തൻ്റെ ജ്ഞാനം കൊണ്ടോ ഒന്നും ഈ ദൈവം കടന്നു വരികയില്ല എന്ന് ശലോമോന് മനസ്സിലാക്കിയപ്പോൾ താൻ തന്നെ പ്രാകാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയ ശേഷം ജനങ്ങളുടെ മധ്യേ താൻ മുട്ടുകളെ മടക്കി ഉയരത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കാണുവാൻ കഴിയും. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താണെന്നറിയാമോ? അതിൻ്റെ 7-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. മതിയെ പ്രിയ, ഇവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന ഒരു ആലയം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ ചിന്തിപ്പിച്ച ഞാൻ എൻ്റെ സന്ദേശത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് കേൾക്കാം. ഞാൻ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിച്ച സന്ദേശം ഇതല്ല, പക്ഷേ ഇത് ഇവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇവിടെ ഇറങ്ങിയ ദൈവ സാന്നിധ്യം ആര് കണ്ടു? ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ കണ്ടു. അവർക്ക് മനസ്സിലായി ഇതല്ലാതെ വേറൊരു സ്ഥലവും അവർക്ക് ഇനി ആശ്രയിക്കാനില്ല. ഇസ്രായേൽ ജാതിക്കും ജനതയ്ക്കും രാഷ്ട്രയ്ക്കും ഏറ്റവും അഭിമാനകരമായി അവരിപ്പോഴും കൊണ്ടു നടക്കുന്നത് യഹോവയുടെ. അവരൊരൊറ്റ ചാൻസ് കിട്ടിയാൽ അവർ ആലയം അവിടെ പണിയും. അവർക്കൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് കാര്യം അവർ പണിയാതെ അവർ ഒരിക്കലും ഇരിക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് അവരുടെ ആലയം. അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നതാണ്. ഇതവർ കണ്ടതാണ്. അതുകൊണ്ടാണ് എല്ലാ യഹൂദനും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏറ്റവും കുറഞ്ഞ 3 ഉത്സവമെങ്കിലും യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു പോകുമായിരുന്നു. അവർ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല, സമയം മുന്നിലില്ലാത്തതുകൊണ്ട്. ഈ ആലയം നശിപ്പിക്കപ്പെട്ടതായി നാം വായിക്കുന്നുണ്ട്. യേശു കർത്താവിൻ്റെ കാലത്ത് യേശു കർത്താവിൻ്റെ അവസാനത്തെ യെരുശലേം പ്രഭാഷണ കാലത്ത് കടന്നുപോയ ശേഷം ശിഷ്യന്മാരോട് കൂടെ യെരുശലേം ദേവാലയം വിട്ട് ഒരു മലയിലേക്ക് കടന്നു പോകുമ്പോൾ ഈ പ്രകാരം ശിഷ്യന്മാർ യേശു കർത്താവിനോട്, ഗുരു, ഈ ആലയം ഒന്ന് നോക്കി, എത്ര മനോഹരമാണ്, ഇതിന്റെ ഭംഗി ഒന്ന് നോക്കിയേ. ഈ ആലയം അതിന്റെ ഉത്തമ നിലവാരത്തിൽ വളരെ ഭംഗിയോട് മനോഹരതയോട് നിൽക്കുന്ന കാലഘട്ടമാണത്. ഈ കാലഘട്ടത്തിൽ ശിഷ്യന്മാർ യേശു കർത്താവിനോട് പറയുകയാണ്, ഗുരു, ഇതിന്റെ ഭംഗി എന്ന് കണ്ട് ഞാൻ ചിന്തിക്കാതെ ആർക്കിടെക്ചർ എഞ്ചിനീയർ യേശു കർത്താവിനൊന്നും അറിയത്തില്ലയോ? യേശു കർത്താവിനെ നോക്കി തിരിച്ചു പറഞ്ഞു, ഇടിക്കാതെ കല്ലിന്മേൽ ഇത് കല്ല് ശേഷിക്കില്ല. ഇത് കേട്ടപ്പോൾ ഇടിവാൾ വെട്ടിക്കാണി ഒരു യഹൂദനോടാണ് പറയുന്നത്. കാര്യം ഒരിക്കലും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഞങ്ങളുടെ പ്രതാപശാലിയായ ശലോമോൻ 7 വർഷം കൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങളെ രാവും പകലും നിർത്തി അധ്വാനിച്ചുണ്ടാക്കിയത് ഈ ഇടിഞ്ഞു പോകുന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ ദൈവ സാന്നിധ്യം, ഞങ്ങളെ സേവിക്കുന്ന ദൈവം ഇവിടെ വസിക്കുന്നതാണ്. ലോകത്തിൽ ആർക്കും ഇടിപ്പാൻ കഴിയത്തില്ല. യേശു കർത്താവ് എന്നറിയാമോ? ഈ ആലയം പൊളിപ്പിൻ ഞാൻ 3 ദിവസം കൊണ്ട് അവർക്കത് മനസ്സിലായില്ല. നല്ലൊരു കാര്യം എന്നറിയാമോ പ്രിയമുള്ള സഹോദരങ്ങളെ, താഴോട്ട് കടന്നു പോകട്ടെ. യേശു കർത്താവ് തൻ്റെ ജീവിതത്തോളം ബന്ധത്തിൽ താൻ ഈ മരിച്ച ശിഷ്യന്മാർക്ക് ഈ വെളിപ്പാട് കിട്ടിയത് എപ്പോഴാണെന്നറിയാമോ? പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. യേശു കർത്താവിൻ്റെ ജീവിതത്തോളം ബന്ധത്തിൽ തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലായത് എപ്പോഴാണെന്നറിയാമോ? താൻ പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവർക്കൊരു കാര്യം മനസ്സിലാക്കി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം വായിച്ച് അവർക്ക് വെളിച്ചം വന്നത് ആ വാക്യത്തിൽ കൂടെയാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ്, പിതാവിൽ നിന്ന് പണ്ട് ദേവാലയത്തിൽ ഇറങ്ങിയ തേജസ് പോലെ
ഏകജാതനായ തേജസ്സായി കണ്ടു. അന്ന് ആലയത്തിൽ വെളിപ്പെട്ട തേജസ് ഇന്ന് യേശു കർത്താവിൽ ദേഹരൂപമായി അവിടെ മധ്യേ വെളിപ്പെട്ട് നിൽക്കുന്നെന്ന് ശിഷ്യന്മാർക്ക് അന്നാണ് മനസ്സിലായത്. ആലയത്തിൽ വെളിപ്പെട്ട തേജസ് എങ്ങോട്ട് മാറി? യേശു കർത്താവിന്റെ ദേഹരൂപത്തിലേക്ക് മാറ്റപ്പെടുന്നതായി കാണാൻ കഴിയുന്നു. എന്നാൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. 33.5 വർഷക്കാലമായിരുന്നല്ലോ യേശു കർത്താവ് ഭൂമിയിലായിരുന്നത്. അത് കഴിഞ്ഞ് യേശു കർത്താവ് കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗങ്ങളിലേക്ക് കടന്നുപോയി. ഈ ആ തേജസ് എവിടെയാണിപ്പോൾ? ആ വെളിപ്പാട് കിട്ട അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ അതിൻ്റെ മർമ്മം വെളിപ്പെടുന്നതായി കാണാൻ കഴിയും. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20, 21, 22 വാക്യം വായിക്കാം. Book of Ephesians chapter 2 verse 20, 21. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി തീർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിയപ്പെടുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, കാൽവറിയിൽ യേശു കർത്താവ് തന്റെ ദേഹമെന്ന മന്ദിരം തകർത്തപ്പോൾ കാൽവറിയിൽ ഒരുക്കപ്പെട്ട മന്ദിരത്തിന് പകരം പെന്തക്കോസ്ത് നാളിൽ സഭയാം മന്ദിരം രൂപപ്പെട്ടതായി വായിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത് സഭയാം മന്ദിരത്തിലാണ്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, എന്റെ മന്ദിരത്തെ നശിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. ഇന്ന് പകൽക്കാലം പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പലപ്പോഴും നമ്മുടെ ജീവിതത്തോളം ബന്ധത്തിൽ നാം പലപ്പോഴും അറിയാതെ തന്നെ യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നും നാം അറിയുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ ആലയം ഏതാണ്? നാം ഓരോരുത്തരുമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തോളം ബന്ധത്തിൽ ആരാധനയ്ക്ക് പോകാം എന്നൊക്കെ നാം പലപ്പോഴും ഉണ്ട്. എവിടെയാണ് ഈ ആരാധന? നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ റൗണ്ട് 24 hours ഈ ആരാധന ഉയരേണ്ടതാണ്. ഞായറാഴ്ച ഒരു ദിവസം മാത്രമല്ല ആരാധന. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണോ? ഈ മന്ദിരത്തിലാണോ ദൈവാത്മാവ് വസിക്കുന്നതെങ്കിൽ രാവും പകലും അതിൽ ആരാധന ഉയരേണ്ടതാണ്. ഇന്ന് നമ്മൾ ഞായറാഴ്ച ഒരു ദിവസം ആരാധിച്ചു പോകുന്നു. അത് ലോകക്കാരിൽ ഈ ജഡീകരി ചെയ്യുന്ന വേലയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണോ? അവിടുന്ന് യാഗങ്ങൾ ഉയരും. യാഗത്തിൻ്റെ ശോഭ അല്ലെങ്കിൽ സൗന്ദര്യത്വം പരിശുദ്ധനായ ദൈവം മണത്തറിയേണ്ട നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കണം. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ദൈവിക അഭിഷേകം നിരക്കാത്ത ഒരു ചിന്തകളും കടന്നു വരുവാൻ പാടില്ല. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അഭിഷേകം നിരക്കാത്ത ഒരു സംസാരവും കടന്നു വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം ഈ ആലയത്തിൻ്റെ നേക്കുമായി നഷ്ടപ്പെടും. ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട ആലയത്തിന് സംഭവിച്ചറിയാമോ? കല്ലിന്മേൽ ശിക്ഷിക്കാതെ ഇടിഞ്ഞു പോയതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതം എന്നേക്കുമായി പരാജയത്തിലേക്ക് പോകുവാനിടയായിത്തീരും. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ തൻ്റെ ലേഖനം എഴുതിയപ്പോൾ വലിയ പ്രവചനവും വ്യാഖ്യാനവും എല്ലാം ഉള്ള ഒരു സഭയാണ് കൊരിന്ത്യ സഭ. കൊരിന്ത്യ സഭയെ നോക്കി ഈ പ്രകാരം പറയുന്നു, നിങ്ങൾക്കറിയത്തില്ലയോ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തിലാണല്ലോ ഈ പ്രകാരം ദൈവിക വിശുദ്ധി നിറക്കാത്ത കാര്യങ്ങൾ കടന്നു വരുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ വിശ്വാസം നമ്മുടെ വിശ്വാസ ജീവിതത്തോളം ബന്ധത്തില്ലേ. സമയം കടന്നു പോകൊണ്ട് ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. നമ്മുടെ ആത്മീക ജീവിതത്തോളം ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നമ്മുടെ മധ്യമുണ്ട്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുണ്ടെങ്കിൽ ആ മന്ദിരത്തിന് നിരക്കാത്ത ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. കൊരിന്ത്യ വിശ്വാസികളുടെ ജീവിതം എന്താണെന്നറിയാമോ? അവിടെ ഭിന്നിപ്പിൻ്റെ ഒരു ആത്മാവ് കടന്നു വന്നു. അവർ പ്രകാരം പറഞ്ഞു, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരനാണ്, ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരനാണ്, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരനാണ്, ഞാൻ യേശുവിൻ്റെ പക്ഷക്കാരനാണെന്ന് പറഞ്ഞ് പക്ഷങ്ങൾ പിടിച്ച് ദൈവ സാന്നിധ്യം അവിടെ നിന്ന് നഷ്ടപ്പെടുന്നതായി നാം വായിക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം ഇന്ന് പകൽക്കാലം നമ്മുടെ ശരീരമാണ് ആലയത്തിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്ന എന്തെങ്കിലും അവസ്ഥകളുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസ്ഥലിൽ നമുക്ക് നിരപ്പ് പ്രാപിച്ച് കടന്നു പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ, ലോകത്തിലേക്ക് നോക്കുമ്പോൾ മശിഹായുടെ വരവ് ഏറ്റവും അടുത്തിരിക്കും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സക്കറിയാ പ്രവാചകൻ്റെ പുസ്തകം ഞാൻ വിശ്വസിക്കുന്നത്, സക്കറിയാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ യെരുശലേമിൽ ഒരു ദേവാലയം വരുന്നതായിട്ട് അവിടെ വായിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, യെരുശലേമിൽ വരുന്ന ദേവാലയം ദൈവ സാന്നിധ്യ പ്രകാരമാണ് വരുന്നുണ്ടെങ്കിൽ സഭയാൻ ദേവാലയം ഇവിടെ കാണത്തില്ല. ഒരു കാലത്ത് ഭൂമിയിൽ 2 ദേവാലയം ഒരിക്കലും ദൈവത്തിനുണ്ടാകത്തില്ല. ഒരു ദേവാലയം അവിടെ പണിയുന്നുണ്ടെങ്കിൽ സഭയാൻ ദേവാലയത്തെ ചേർക്കുവാൻ കർത്താവ് തന്നെ കാഹളനാഥത്തോടെ ആകാശമണ്ഡലങ്ങളിൽ
കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളധ്വനിയോടും കൂടെ മധ്യാകാശത്തിൽ ആകാശമണ്ഡലങ്ങളിൽ കടന്നു വരുമ്പോൾ സഭയാമാലയം അവരോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിട്ടുപോകരുത്, നാം തള്ളപ്പെട്ടു പോകരുത്. മണവാട്ടി നാം ഓരോരുത്തരും വിളക്കിനെണ്ണയുള്ളവരായി മണവാൻ എഴുന്നേൽപ്പാൻ ഒരുങ്ങി നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.